2ാം ക്ലാസ്സിലെ ലിസാനിൽ ഖുർആനിലെ 2ാമത്തെ പാഠം ഖമീസി. ഖമീസുൻ ഷർട്ട്, ഖമീസി എൻ്റെ ഷർട്ട്. പാഠം നോക്കാം. ഹാദാ കിതാബി. ഹാദാ ഇത്, കിതാബി കിതാബുൻ പുസ്തകം, കിതാബി എൻ്റെ പുസ്തകം. ഹാദാ കിതാബി ഇത് എൻ്റെ പുസ്തകമാണ്. ഹാദാ കലമി. ഹാദാ ഇത് കലമി എൻ്റെ പേനയാണ്. കലമുൻ പേന. ഹാദാ കലമി ഇത് എൻ്റെ പേനയാണ്. ഹാദാ ജവ്വാലി. ജവ്വാലുൻ മൊബൈൽ ഫോൺ. ഹാദാ ജവ്വാലി ഇത് എൻ്റെ മൊബൈൽ ഫോണാണ്. ഹാദാ ജവ്വാലി ഇത് എൻ്റെ മൊബൈൽ ഫോണാണ്. ഹാദാ ദൽവി. ദൽവുൻ ബക്കറ്റ്. ഹാദാ ദൽവി ഇത് എൻ്റെ ബക്കറ്റാണ്. അന ദാരിസുൻ. അന എന്നതിൻ്റെ അർത്ഥം ഞാൻ. ദാരിസുൻ എന്നതിൻ്റെ അർത്ഥം വിദ്യാർത്ഥി. അന ദാരിസുൻ ഞാൻ വിദ്യാർത്ഥിയാണ്. അന തിൽമീദുൻ. അന ഞാൻ, തിൽമീദുൻ വിദ്യാർത്ഥി. അന തിൽമീദുൻ ഞാൻ വിദ്യാർത്ഥിയാണ്. ദാരിസുൻ എന്നതിൻ്റെയും തിൽമീദുൻ എന്നതിൻ്റെയും അർത്ഥം വിദ്യാർത്ഥി. അദ്ഖിൽ അന ഫി അവലിൽ കലിമാത്തി. കലിമത്തുകളുടെ ആദ്യത്തിൽ അന പ്രവേശിപ്പിക്കുക. ഡേഷ് ദാരിസുൻ ഡേഷ് തിൽമീദുൻ. അന ദാരിസുൻ അന തിൽമീദുൻ. ഇവിടെ അന എന്നാണ് എഴുതേണ്ടത്. ഞാൻ വിദ്യാർത്ഥിയാണ്. അന ദാരിസുൻ. അന തിൽമീദുൻ ഞാൻ വിദ്യാർത്ഥിയാണ്. അദ്ഖിൽ യാ ഫി ആഖിരിൽ കലിമാത്തി. കലിമത്തുകളുടെ അവസാനത്തിൽ യാ പ്രവേശിപ്പിക്കുക. പദങ്ങളുടെ അവസാനം യാ ചേർക്കാം. കിതാബി എൻ്റെ പുസ്തകം, കലമി എൻ്റെ പേന, ഖമീസി എൻ്റെ ഷർട്ട്, നഅലി എൻ്റെ ചെരുപ്പ്. യാ ചേർത്ത് കഴിഞ്ഞാൽ എൻ്റെ എന്നാണ് അർത്ഥം വരുന്നത്. നഖ്റഉ മൽ ഇഷാറത്തി. ആംഗ്യത്തോടു കൂടി നമുക്ക് വായിക്കാം. അന മുസ്ലിമുൻ ഞാൻ മുസ്ലിം പുരുഷനാണ്. അന മുസ്ലിമത്തുൻ ഞാൻ മുസ്ലിം സ്ത്രീയാണ്. അല്ലാഹു റബ്ബി അല്ലാഹു എൻ്റെ രക്ഷിതാവാണ്. റബ്ബി എൻ്റെ രക്ഷിതാവ്. മുഹമ്മദുൻ നബിയി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ പ്രവാചകനാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ നബിയാണ്. ഹാദാ അൻഫി ഇത് എൻ്റെ മൂക്കാണ്. ഹാദാ ഇത് അൻഫി എൻ്റെ മൂക്കാണ്. ഹാദാ ലുഫുരി ഇത് എൻ്റെ നഖമാണ്. ഹാദാ ലുഫുരി ഇത് എൻ്റെ നഖമാണ്. ഹാദാ ഉനുക്കി ഇത് എൻ്റെ കഴുത്താണ്.
ഇത് എൻ്റെ കഴുത്താണ്. ഹാദാ ലിസാനി. ഇത് എൻ്റെ നാവാണ്. അടുത്തത് നർബിത്തു വനക്തുബു. നമുക്ക് ചേർത്ത് എഴുതാം. ഹാദാ ലുഫ്രി. ഹാദാ റഅ്സി. ഹാദാ മിന്ദിലി. ഹാദാ അൻഫി. ഹാദാ ഇസാരി. ഇത് ഇവിടേക്ക് എടുത്തെഴുതാം. അതിൻ്റെ അർത്ഥം ഹാദാ ലുഫ്രി. ഇത് എൻ്റെ നഖമാണ്. ഹാദാ റഅ്സി. ഇത് എൻ്റെ തലയാണ്. ഹാദാ മിന്ദിലി. ഇത് എൻ്റെ ടവലാണ്. ഹാദാ അൻഫി. ഇത് എൻ്റെ മൂക്കാണ്. ഹാദാ ഇസാറി. ഇത് എൻ്റെ അരയുടുപ്പാണ്. ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. 2ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ.